ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാരും അടിച്ച് വീലായ നേരം നോക്കി അവൾ ഒരുത്തനെ വിളിച്ച് റൂമിൽ കയറ്റി. നിങ്ങൾ അവനെ കണ്ട് നിങ്ങളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് അവനെ എന്തോ ചെയ്തു കൊന്നുങ്ങളാ. ഞങ്ങളാ ഇടി ചാരു കുറച്ചൊന്നും മിണ്ടാണ്ടിക്ക് എന്തേലും വേണം നിനക്ക്. ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം. സ്റ്റെഫി രായിക്ക് രാമായണം ഇവിടെ നിന്ന് ഇറങ്ങി ഓടി. ആ നേരം നമ്മൾ കൊലക്കേസിൽ പ്രതിയാവും. ഈ ചെറു പ്രോജക്റ്റിനുള്ള ജയിലത്തെ പേരുന്ന നന്നായിരിക്കും. ഭ്രാന്തടി. എന്തോടോ തന്റെ പേര്? നീ എന്തിനാ ഇവിടെ കയറിയത്? എന്തോടോ തന്റെ ഉദ്ദേശം? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടോ ഇതിനകത്തൊന്ന് കയറാൻ? വെള്ളം മതി. മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞു. അല്ല ഇപ്പൊ പോലീസിനെ ഞാൻ പിടിച്ചേപ്പിക്കും. പോലീസിനെ തുണികുത്തി വാക്കാതെ ഇട്ടതും പോലെ ഇനി പോലീസിന് ഇടി കൂടി ഞാൻ വിടും. അതിനേക്കാൾ നിങ്ങൾ എന്നെ കൂടി എന്നെ കൊല്ലല്ലേ? നീ എങ്ങനെ എന്റെ അകത്തോട്ട് അറിയേ? നിങ്ങൾ വിളിച്ചിട്ട് ഈ കൊച്ചു വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടാ. എനിക്ക് അറിഞ്ഞൂല കൂടല്ലോ. നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വന്നത്. എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടാന്ന്. ഡാനി അറിയോ? ഡാനി എനിക്കറിയാം. ഡാനിക്ക് പകരം ഞാൻ അവിടെ കേക്ക് കൊണ്ടുവന്നത്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ. താൻ കേക്ക് കൊണ്ടെങ്കിൽ തനിക്ക് രാത്രി പോകൂടാന്ന്. താൻ ഇവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞത്. ഈ രാത്രി പോയി എന്നെ ഈ കൊച്ചിനെ വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്തി കട്ടിൽ പിടിച്ച് കെട്ടിയിട്ട് എന്നെ ഈ കോലത്തിലാക്കി. പിന്നെ രാവിലെ നോക്കിയപ്പോൾ കിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ താൻ ചത്തില്ലായിരുന്നോടോ? നിന്റെ ബേക്കറിയുടെ പേരെന്താടാ? അവിടെ വിളിച്ച് നിന്റെ ജോലി ഞങ്ങള് തെറിപ്പിക്കുന്നുണ്ട്. കേക്ക് കൊണ്ടൊന്ന് ഞങ്ങളെ പറ്റിക്കുന്നോ? അല്ല, ഞാൻ ബേക്കറിയിലല്ല വർക്ക് ചെയ്യണത്. പിന്നെ അത് ജെനി ഓർഡർ ചെയ്ത സ്പേസ് കേക്കാണ്, സ്പെഷ്യൽ പാർട്ടി കേക്ക്. അത് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വന്ന ഞാനാണ്. ഓഹോ, അതെ മോളെ കൊണ്ട് പോവാൻ പുറപ്പെട്ടല്ലായിരുന്ന? അങ്ങ് പോ. നിർത്ത്. ആദ്യം നമുക്ക് ഇവിടുത്തെ കാര്യം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇന്നലെ ഇവിടെ എന്തൊക്കെയാ നടന്നത്? അത് എന്ത് സംഭവിച്ചെന്ന്? നമ്മളൊക്കെ തള്ള വൈബായെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വൈബിന്റെ കാര്യം പറഞ്ഞത്. നിനക്കെന്തിപ്പോ അങ്ങനെ വന്നാ കാരണം? എനിക്ക് മനസ്സിലായി നീ എന്താ ഉദ്ദേശിച്ചെന്ന്. നിനക്കത് തേങ്ങയുടെ മനസ്സിലായത് പുല്ലേ? യു മീൻ കോക്കനട്ട്? ആ, കോക്കനട്ട്. തേങ്ങയിലേടി പിണ്ണാക്ക് കടല പിണ്ണാക്ക്. എന്താ വില? പിന്നെ പറഞ്ഞ ഇപ്പൊ അതാണോ നമ്മൾ സംസാരിക്കേണ്ട കാര്യം? ഇപ്പൊ അതിലാണോ നമ്മൾ ഇരിക്കുന്നത്? ആ മാഡം 2 ദിവസം ഇല്ലാണ്ടായപ്പോ എന്തൊരു പുകില. അതുകൊണ്ട് നമുക്കിപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലേ? അതെ അതെ, ഇതിനെല്ലാം ബുദ്ധി എന്റെയാ. പിന്നെ കുരുട്ടുമ്പോൾ നിന്റെ പൊട്ടത്തലയിലല്ലേ വരത്തുള്ളൂ. ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ സമയം കൊണ്ട്, അതെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയ സ്റ്റെഫിക്ക് ഞങ്ങളോട് നന്ദിയും പറയുന്നളിയ. ആർക്കാണ് നിങ്ങൾ നന്ദി സ്നേഹവും? എടി എന്റെ ഉണ്ടല്ലോ എന്റെ നന്ദി ഡിമാൻഡ് അല്ലേ? പിന്നെ എന്താടി ഒരു പുച്ഛം? നിനക്കെന്താ ഒരു പുച്ഛം? നീ പറ മോളെ സ്റ്റെഫി, നിനക്ക് എന്താ വേണ്ടത്? അയ്യോ എനിക്കൊന്നും വേണ്ടായേ. എടി സ്റ്റെഫി, നിനക്ക് ഞാനൊരു മുത്ത് വരട്ടെ. കള്ളു കുടിച്ചാണല്ലോ വയറ്റി കിടക്കണം. എടി കള്ളു കുടിക്കാത്ത ബോധത്തോടെ ഇരിക്കുമ്പോ പോലും നീ എനിക്കൊരു ഉമ്മ കൊഴാൻ വേണ്ടി സമ്മതിക്കൂല. ഇപ്പോഴെങ്കിലും ഒരെണ്ണം പ്ലീസ് അളിയാ. ഇത്രയും ചീഞ്ഞുമ്മന്റെ ജീവിതത്തിൽ കിട്ടിട്ടില്ല. വിട്. മോളെ നിനക്ക് എന്താ വേണ്ടത്? ബർത്ത്ഡേ ആയിട്ട് നീ
പറ നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ടായേ, ഇപ്പൊ കിട്ടിയത് തന്നെ ധാരാളം. അങ്ങനെ പറയാൻ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം. പറ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവളുടെ പിറന്നാൾ അടുത്ത തവണ നമുക്ക് അത് ആഘോഷം ഇന്നങ്ങ് ആഘോഷിച്ചേക്കാം. അയ്യോ അത് പറ്റില്ല. ആ ബർത്ത്ഡേ നേരത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല. കള്ളുള്ളിച്ചെന്നാലേ അന്ധവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. കഷ്ടം. അങ്ങനെയൊന്നും ഇല്ലടി. പറ്റൂല, ശരിയാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമ്മുടെ വകയായിട്ട് ഞാൻ എന്റെ സ്റ്റേഫി മോൾക്ക് ഒരു സ്പെഷ്യൽ കേക്ക് ഓർഡർ ചെയ്യാം. ആഹാ, എന്ത് കേക്ക്? ഒരു സ്പേസ് കേക്ക്, പാർട്ടി കേക്ക്. അതിനുവേണ്ടി നമ്മളിനി സ്പേസിൽ പോണോ? എനിക്ക് മനസ്സിലായില്ലേ, ഇവള് കൊണ്ടുവരുന്ന കേക്ക് എയറിലായിരിക്കും. അപ്പൊ കപ്പിയും കൊണ്ടൊക്കെ പറന്നോ? ഷെഫി, നിനക്ക് വേണ്ടി ഞാൻ പാർട്ടി കേക്ക് ഓർഡർ ചെയ്യും. ആദ്യം ചോക്ലേറ്റ് ഫേവറേറ്റ്. യെസ്, ചോക്ലേറ്റ്. അപ്പൊ നിന്റെ വക. അപ്പൊ ഒരു ചിയേഴ്സ്. ചോക്ലേറ്റ് കേക്ക് നമ്മൾ ചിയേഴ്സ്. അളിയ, എനിക്കൊരു കേക്ക് വേണം. അത് തന്നെ നമ്മുടെ സ്പേസ് കേക്ക് പാർട്ടി ചെയ്യുക. യെസ്. നീ ചുമ്മാ എനിക്ക് ഇപ്പൊ വേണം സാധനം. ക്യാൻസൽ ചെയ്ത സാധനം എടുത്തിട്ടാ. ചോക്ലേറ്റ് ഫ്ലേവർ. യെസ്, ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് വേണം. എടുത്തിട്ട് ബാബു. ശരി, സെറ്റ് ബൈ. ഈ പറഞ്ഞ സ്പേസ് കേക്ക് ഒക്കെ ശരിയാവൂടെ? ലാസ്റ്റ് വല്ല പ്രശ്നാവോ? എടി, ഇത് 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 വേറെ ലെവല് പാർട്ടി കേക്ക് കണ്ടി. ഇത് ചെറിയ ചെറിയ സംഭവങ്ങളുള്ള സെറ്റ് കേക്കാണ്. നിനക്കുള്ള വെടിക്കെട്ട് കേക്ക് ഞാൻ പിന്നെ തരാം. എനിക്കെങ്ങ് വേണ്ട നിന്റെ കേക്ക്. അങ്ങനെ പറ, ഞാൻ ഓർഡർ ചെയ്തേക്കാടി. വാനിപ്പത്തും നമ്മള് പൊളിക്കും. ഇനി വേണ്ടെന്നാ പറഞ്ഞ. നീ വേറെന്തോ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഇതൊക്കെ ഒരു അടിപൊളി വൈബ് എക്സ്പീരിയൻസ്ഡ്. നമ്മള് മാത്രല്ലേ ഉള്ളു. നമ്മള് കൊറേ നാളായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അതെ, പൊളിക്കാം. എടി അതിനകത്ത് എന്തൊക്കെയാ ആഡ് ചെയ്തേക്കുന്നത്? എടി, ഇതിനകത്തൊന്നും ഇല്ലടി. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി സെറ്റ് കേക്ക് വരുന്നുണ്ട്. നമ്മള് പൊളിക്കും ഈ കേക്ക് വെച്ചിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു വമ്പം പാർട്ടി ഞാൻ വെക്കുന്നതായിരിക്കും. എന്റെ ദൈവമേ, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാടേ സംഭവിക്കണത്? നമ്മളറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പോലീസ് എങ്ങാനും വന്ന് സീനാക്കിയാലുണ്ടല്ലോ. പോലീസ് വന്നല്ല പൊളിയായിരിക്കും. ഞാൻ അപ്പ എസ്കേപ്പ് ആവും. അങ്ങനെ എല്ലാവർക്കും മുങ്ങാനൊന്നും പറ്റില്ല. പിടിക്കുമ്പോ എല്ലാരും പിടിക്കണം അല്ലേ? എല്ലാരും പിടിക്കണം. എല്ലാരും പിടിക്കണം. അങ്ങനെ ആരെയും പിടിക്കൂല. നമ്മള് കേക്ക് കഴിക്കും. നിന്നെ ഞാൻ ഫ്രണ്ടിൽ നിർത്തും. എന്ത് പിള്ളേരുടെ പാർട്ടി വൈബൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാം. കേക്ക് വന്നെന്ന് തോന്നുന്നു. മാറ്. ആ കുപ്പിയോട് ഇങ്ങോട്ട് നടന്നു വരാൻ പറയാവോ? ഇപ്പഴങ്ങനെ വരുമോ? പോയി വാങ്ങി പോ. എന്റെ പൊന്നെ, മാറടി. അയ്യോ, വഴി ഏതാന്ന് പോലും മനസ്സിലാവണല്ലോ. പോ. പാമ്പാടി. പാമ്പായി പാമ്പായി. ആരോ ചാരോ, ഡാനി എവിടെ പോയി? അല്ല, ഡാനി വന്നില്ല. ഞാൻ എൻ്റെ പേര് വിക്കി. അപ്പോൾ നിങ്ങളുടെ ഈ എൻജോയ്മെന്റിന് ഒരു ബ്ലോക്ക് ആകാൻ പാടില്ലല്ലോ. എനിവേ, താങ്ക്സ് മച്ചു. നീ വിട്ടോ. അല്ല, എന്തെങ്കിലും ആവശ്യം? ഇവിടെ ഒരു ആവശ്യമില്ല. അല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം, നിങ്ങളുടെ എൻജോയ്മെന്റിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. എടാ, ഒന്നും വേണ്ടെന്ന് പറയല്ലേ. നീ കേക്ക് വന്നിട്ട് നീ പോവും. അല്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. നോ താങ്ക്സ്, വിട്ടോ. ആ കേക്ക് വന്നല്ല. എടി വാ, എണീക്ക്. എനിക്ക് എന്തോ ചിടി. നമ്മളിങ്ങനെ ചന്ന മിന്ന കണക്ക് തുറക്കണം. മാറ്റി എല്ലാം കൂടെ കളാം. ഇവിടെ നേരത്തെ വെക്കണേ. മെഴുകി ഞാൻ പിടിക്കണോ? നിനക്ക് എത്ര വയസ്സായി? അവര് വെക്കട്ടെ, നിന്റെ പിറന്നാളല്ലേ. 2, 3, 4. ഒരെണ്ണം ഞാൻ വെക്കാം. 6 വയസ്സ്.
അളിയ കത്തിക്കണം കത്തിക്കണം. 2, 3, 4. എനിക്ക് എത്ര വയസ്സായി? 11 വയസ്സോ? ദീപം ദീപം ദീപം. അളിയ ഊതല്ലളിയ ഇല്ലടി. കരിഞ്ഞ മണം. അത് മെഴുകുതിക്കുന്നതിന്റെയാ. ഇതെന്താ കത്താത്തത്? വിട് കത്തിയില്ലെങ്കിൽ വിട്. ഇത് മാജിക് ക്യാൻഡിലാ തന്നെ. അങ്ങനെ പറയല്ലാടി, ആ കൈ പൊള്ളി അളിയ. മതി അത് മതി. എന്റെ കോഴി കരി. എനിക്ക് ക്ഷമയില്ല കേട്ടോ, എനിക്കിപ്പോ കഴിക്കണം. മാറി ഞാൻ മുറുകെ എന്റെ ബർത്ത്ഡേ മതി മതി. അതിനകത്തൊക്കെ മെഴുകി. ഹാപ്പി ബർത്ത്ഡേ വേണം, ഞാൻ മുറിക്കാം. മാറിപ്പോയത് എടി നീ കേക്ക് കിട്ടിയുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എന്റെ ബർത്ത്ഡേ അല്ലേ ഇത്? ചക്കരല്ലേ? ശരി ഊരിപ്പോ കട്ട് ചെയ്യണം. ഏട്ടീനെ ഭയങ്കര അലമ്പാ. ഓള് ഭയങ്കര അലമ്പാ. അളിയ കട്ടി അളിയാ. നീ എന്നെ കുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സെറ്റ്. അളിയ കേക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് ആദ്യം. ഞാൻ തരും, ഞാൻ നിനക്ക് തരും. എനിക്ക് എന്റെ ചങ്ങക്ക് നിനക്ക് ഞാൻ തരും. എടി ഈ കേക്കാണ് നീ പ്രശ്നമാണെന്ന് പറഞ്ഞത്. അയ്യോ ടേസ്റ്റ് കാരണം കഴിച്ച് തീർത്ത് അറിഞ്ഞില്ല. ബിൽഡപ്പ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ച എന്തോ വലിയ സംഭവം. അങ്ങനല്ല, ആക്ച്വലി കേക്ക് സൂപ്പർ കേക്കാ. പക്ഷെ കേക്കിൽ എന്തോ മായം ചേർത്തിട്ടുണ്ട്. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അതെന്തുറ്റി? എന്തോ ഈ കേക്കിൽ എന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷെ സൂപ്പർ കേക്കാ. ഇല്ല, ഈ കേക്ക് കഴിച്ച് ശരിക്കും കഴിവായിട്ടുണ്ട്. എന്താ അവളുടെ കിളി പോയെന്ന്. ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായല്ലോ. അളിയ കേക്ക് വന്നത് എനിക്ക് ഹഗ് കളിയാ, പ്ലീസ് കളിയാ. എനിക്ക് ഇത്രയും നല്ല കേക്ക് സ്പോൺസർ ചെയ്ത ജനിക്ക് എന്റെ എല്ലാവിധ ഭാവങ്ങളും. എടി ഈ പോയ സാധനം തിരിച്ചു വരുമോ? എടി ഇത് നാളെ രാവിലെ ആകുമ്പോ പരിപാടി സെറ്റ്. സൂപ്പർ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കേക്ക് പൊളിയാ. പക്ഷെ ഉണ്ടല്ലോ കേക്ക് തന്നവൻ ശരിയല്ലടി. അവൻ ശരിയല്ല, അവൻ എന്റെ മേത്ത് കൂട്ട അവൻ ശരിയല്ല. നീ പറഞ്ഞില്ലല്ലോ. നമ്മുടെ വൈബ് പോലോ നമുക്ക് തല്ലണം. എനിക്ക് അവൻ എന്ത് പെണ്ണുങ്ങളുടെ കയ്യിൽ ചൂടറിഞ്ഞു കൊടുക്കണം. വിളിക്ക്, നീ വിളിക്ക്. അവനെ വിളിക്ക്. ഞാൻ വിളിച്ച് നമ്മുടെ പവർ കാണിച്ചു കൊടുക്കും. ഇപ്പൊ വരാൻ പറ. ആ നമുക്ക് സോഫ്റ്റ് കോർണർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വിളിക്കാം. Okay, ഇല്ലെങ്കിൽ അവൻ വരില്ല. വിളി വിളി. ഹലോ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇങ്ങോട്ട് കയറിയത് ഡെവിൽ അറ്റാക്ക് എന്നും പറഞ്ഞ് എന്നെ ഇടിയോടെ ഇടി. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം ഫുള്ള് ബോധം പോയി. പിന്നെ താനൊന്നും ചെയ്തില്ലേ? കൈയും കാലും പിടിച്ച് കെട്ടി വായിൽ തുണി കുത്തി കെട്ടി ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഇച്ചിരി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഓർമ്മ വന്നു. നോക്കിയപ്പം എൻ്റെ തലയുടെ മുകളിൽ ഭീകര രൂപം. ഭീകര രൂപം. നീ എന്ത് രൂപം താൻ കണ്ടത്? ചക്കര ഉറങ്ങാണോ? അപ്പൊ സ്റ്റെഫി പരിസരത്ത് തന്നെ അവിടെ ഉണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. നിന്നെ അങ്ങനെ വെറുതെ ഇടാനൊന്നും പോണൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോവാ? വറുത്ത് തിന്നാൻ പോണം. അമ്മ എന്തായാലും സ്റ്റെഫിയെ കിട്ടുന്നവരെ ഇവനെ വിടൊന്നും വേണ്ട. കാരണം സ്റ്റെഫി അവസാനം കണ്ടിട്ടുള്ള ഇവൻ തന്നെയാ. കയ്യും കാലും പിടിച്ച് കെട്ടി വെച്ചാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിന്നിപ്പം അങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചല്ലടാ. നമുക്കേ ഈ വീടും പരിസരവും ഒക്കെ നോക്കാം. അവൾ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. ഞാനിവിടെ സഹായിക്കാം. അയ്യോ അത് വല്ലാത്ത സഹായിക്കും. കെട്ടിടിയാണ്. കെട്ടരുത്. ഇടിപ്പോരുത് നീ. വാ തുറന്ന ശല്യ. ആ തുണി എവിടെ? എന്റെ വാ കെട്ടിടാ. വായിൽ കിട്ടല്ലേ? എങ്ങനെയെങ്കിലും പോയിക്കോളാം. എന്നെ വീടൊന്ന് പ്ലീസ് പ്ലീസ്. ചെടി വാ തുറന്ന് വെള്ളം വെക്കോ? ഇല്ല
പായൽ തുണി ഒരു അക്ഷരം മിണ്ടാതെ കിടന്നു കേട്ടല്ലോ. എടി വാ നമുക്ക് പോവാം. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. കുന്താ, വാടി പോ. ഇത്ര അവരും വെള്ളം കുടിക്കണോന്ന് പറഞ്ഞേ. അതെ നമ്മള് പെമ്പിള്ളേരാന്നോണ്ട് നിന്റെ വിളച്ചിലൊന്നും എടുക്കണ്ട. കുറച്ച് ജഗജിലി പിള്ളേരാ. വായ തുറന്ന നിന്നെ തീർത്തോളയും കേട്ടല്ല. അയ്യോ ഇവിടെ പ്രയാതമുണ്ട്. എടി അവളെവിടെ ഇരിക്കൂടി? പക്ഷെ ഒരു പിടിയില്ലല്ലോ. നിന്റെ ഒരു സ്പേസ് കേക്ക്. ആഹാ എന്താ ഞാനില്ലാതെ നേരം നോക്കി നിങ്ങൾ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? അത് പിന്നെ മാഡം ഞങ്ങൾ ഈ പുറത്തെ സീനറിയും കാര്യങ്ങളൊക്കെ പറമ്പൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു സംസാരിക്കാം അല്ലടാ. അല്ല ഞാനില്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് ഈ ഹോസ്റ്റലിൽ നിങ്ങൾ എന്തോ വിൽപ്പനക്കുള്ളൊരു ശ്രമമാണോ എന്നൊരു ഡൗട്ട്. അല്ല മാഡം ഇനി എന്നാ പോന്നേ? ഞാൻ എവിടെയും പോണില്ല. എന്തെന്നറിയോ, നിങ്ങളെ എനിക്കത്ര വിശ്വാസം പോരാ. ആ എന്നിട്ടൊരു നാക്ക്. നീയൊക്കെ എല്ലാം കൂടെ ഞങ്ങളുടെ തലയിൽ കെട്ടി വെക്കാനല്ലേ നോക്കിയത്? നിക്കണം നിപ്പുണ്ടല്ലോ അവള്. അതിപ്പം അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? ഒന്ന് നിർത്തോ? ആദ്യം അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. ഇടിയുണ്ടായിക്കൊണ്ടിരിക്കുക. സ്റ്റെഫി സ്റ്റെഫി എടി കിട്ടേടി. എടി ഓടി വാ. എവിടെ? എടി 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 സ്റ്റെഫി ചെല്ല്. എടി സ്റ്റെഫി 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 എഴുന്നേക്ക് എഴുന്നേക്ക്. എടി എഴുന്നേക്ക് പ്ലീസ്. എഴുന്നേക്കടാ. സ്റ്റെഫി സ്റ്റെഫി ഓക്കെയാണോ നീ? എങ്ങനെ നീ ഇവിടെ എത്തിയത്? നിങ്ങളൊക്കെ എന്താ ഇവിടെ? നീ എങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ എന്താ ഇവിടെ? ആ ഞാനോ? ഞാൻ നമ്മുടെ ബെഡ്റൂം അന്വേഷിച്ചു വന്നു ഇവിടെ. ഇങ്ങോടാ? ഏതാ ഈ സ്ഥലം? നീ ടെറസിലാടേ. നമ്മളെ വീട് മാറിയായിരുന്നോ? എന്ത് സംഭവിച്ചു ഇവിടെ? കഥയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വലിയ കഥയാ. എന്നെ കിട്ടിയ തന്നെ വലിയ കഥ. കോലടി ഇത്. ഞാൻ എവിടെ കാണാതെ പോയത്? എന്റെ ദൈവം, കിട്ടിയല്ലോ. കിട്ടി. ആ കിട്ടി. ആ എന്നെ കിട്ടിയാ? കിട്ടിയടി. നിങ്ങളെയും കിട്ടിയാ? ഞങ്ങളെ കിട്ടി. ഒരു